ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ മാസം 8-ാം തീയതിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജനനത്തിരുനാൾ സഭ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജനനത്തിരുനാളിന് ഒരുക്കമായിട്ട് ഷെക്കേന ചാനൽ, ഷെക്കേന കുടുംബം ഒരുക്കുന്ന 33 ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷ ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആരംഭിക്കുക. ആ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ അമ്മ മാതാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ കുഞ്ഞായി തീരുക എന്നതാണ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമ്മാനം. ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേടിയെടുക്കാൻ പറ്റുന്ന, കൈവരിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആത്മീയ അവസ്ഥ, ആത്മീയത എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ കുഞ്ഞായി ഈശോയുടേതായി തീരുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞായി, അമ്മയുടെ സ്വർഗത്തിൻ്റെ കുഞ്ഞായി ജീവിക്കുന്നതാണ് ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു വ്യക്തി സ്വർഗത്തിൽ എത്തിച്ചേരാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറുക്കുവഴി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയാണ്. നിത്യജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ജീവിക്കേണ്ട ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗവും വഴിയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയാണ്. ഈശോയുടെ 2-ാം വരവിനായിട്ട് ഏതൊക്കെ ദൈവമക്കൾ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കേണ്ട, ഒരുങ്ങേണ്ട ഏറ്റവും എളുപ്പമായിട്ടുള്ള, ഏറ്റവും നല്ല സുഗമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയാണ്. കേട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്താനുള്ള മാർഗം, നിത്യജീവൻ സ്വന്തമാക്കാനുള്ള വഴി, ഏറ്റവും ഈശോയുടെ 2-ാം വരവിന് ഒരുങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗം, ഒപ്പം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം, ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ആത്മീയതയിൽ വളരാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗം മറ്റൊന്നുമല്ല, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു വ്യക്തി അമ്മയുടെ കുഞ്ഞായി തീരുക എന്നതാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ മാതാവ് പങ്കുവെച്ച് തന്നിരിക്കുന്ന കാര്യമെന്താ? നൽകിയിരിക്കുന്ന സന്ദേശം ഇപ്രകാരമാണ്: എൻ്റെ വിമല ഹൃദയമായിരിക്കും നിങ്ങളുടെ അഭയ സങ്കേതവും ഒപ്പം ദൈവത്തിലേക്ക് നയിക്കുന്ന സുനിശ്ചിതമായിട്ടുള്ള മാർഗവും. നമ്മൾ കേട്ടേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്ന ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള മാർഗം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്. ഒപ്പം ഏറ്റവും അഭയ സങ്കേതം, പൈശാചിക ബന്ധനത്തിൽ നിന്നും, ലോകത്തിൻ്റെ അരൂപിയിൽ നിന്നും, തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും ഒരു വ്യക്തിക്കുള്ള ഏറ്റവും നല്ല അഭയ സങ്കേതം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയമാണ്. അതുകൊണ്ടാണ് മക്കളെ പറയുന്ന അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട്. അതുകൊണ്ടല്ലേ മെച്ചുകുറിയിലെ പരിശുദ്ധ അമ്മ മാതാവ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരാളും നശിച്ചു പോകില്ല മക്കളെ. കാരണം അവസാനം വിജയം വരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളാണ്. നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ഈശോയുടെ 2-ാം വരവിന് വേണ്ടി ഒരുങ്ങണ്ടേ? നിത്യമായ ജീവിതം നമുക്ക് വേണ്ടേ? ഒപ്പം ഈശോയെ സ്നേഹിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് മഹത്വം കൊടുക്കണ്ടേ? ഏറ്റവും സുനിശ്ചിതമായ മാർഗം, സ്വർഗത്തിലെത്താനുള്ള മാർഗത്തിലേക്ക് നമുക്ക് പോകണ്ടേ? അതിനുവേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ.
ഓഗസ്റ്റ് മാസം 6-ാം തീയതി തുടങ്ങുന്ന ഷെക്കേന ചാനലിൽ തുടങ്ങുന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൗതിക നേട്ടങ്ങളും കാര്യങ്ങളും മാത്രം സ്വന്തമാക്കാനുള്ള ഒരു പ്രാർത്ഥനാ രീതിയല്ല വിമല ഹൃദയ പ്രതിഷ്ഠ. മറിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നാം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നാം തന്നെ സ്വീകരിക്കേണ്ട പ്രാർത്ഥനയുടെയും പ്രവൃത്തികളുടേതുമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് യഥാർത്ഥത്തിൽ വിമല ഹൃദയ പ്രതിഷ്ഠ. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആർക്കും സ്വർഗത്തിൽ നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രയത്നം കൊണ്ടോ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ദൈവത്തിന്റെ സഹായം പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ല സഹായമാണ്, മാർഗമാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി അച്ഛൻ സ്വാഗതം ചെയ്യുക. ചിലവരുടെ ഒരു ചിന്തയുണ്ട്, നമുക്ക് മാത്രമാണ് സമർപ്പിക്കാൻ പറ്റുക വിമല ഹൃദയത്തിന്. അല്ല പ്രിയപ്പെട്ടവരെ, എന്തോരം ആത്മാക്കളെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറ്റുമോ അത്ര ആത്മാക്കളെ സമർപ്പിക്കണം. രണ്ടാമതായിട്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ വിമല ഹൃദയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ജീവിത പങ്കാളിയോട് പറയണം, മക്കളോട് പറയണം, സ്വന്തക്കാരോട് പറയണം, അയൽപക്കക്കാരോട് പറയണം, ഒപ്പം നിങ്ങളുടെ സുഹൃത്ത് ബന്ധുക്കളോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയണം, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരോട് പറയണം, ഇടവകയിലുള്ളവരോട് പറയണം. അങ്ങനെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണം. ഒരുമിച്ച് ഈശോയുടെ 2-ാം വരവനായിട്ട് ഒരുങ്ങണം. ഒരുമിച്ച് നമുക്ക് അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഓഗസ്റ്റ് മാസം 6-ാം തീയതി തുടങ്ങുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 കാര്യങ്ങൾ അച്ഛനൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങാനായിട്ട് ഒന്നാമത് ശ്രദ്ധിക്കണം. രണ്ടാമത്, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങണം. മൂന്നാമത്തെ കാര്യം, ദിവസത്തിൽ ഒരധ്യായമെങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് നോക്കണം. നാലാമത്തെ കാര്യം, ഒരു സമ്പൂർണ്ണ ജപമാല എല്ലാവരും ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവേയും 7 നന്മ നിറഞ്ഞ മറിയുമേയും ചൊല്ലണം. ആറാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം വർജിക്കുകയോ ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിക്കുകയോ ചെയ്യണം. ഏഴാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും പറഞ്ഞു തരുന്ന കാരുണ്യ പ്രവർത്തികളും പുണ്യപ്രവർത്തികളും നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങണം. അവസാനത്തെ കാര്യം, നമ്മൾ ഈ ശുശ്രൂഷയിൽ 33 ദിവസവും മുടങ്ങാതെ പങ്കുചേരുക, അനേകരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക. അപ്രകാരം ചെയ്ത് നമുക്ക് ഒറ്റക്കെട്ടായി സ്വർഗത്തിൽ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം. അതിനുള്ള കൃപാവരം നമുക്ക് എല്ലാവർക്കും നേരട്ടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.